ടാറ്റ സോളാർ ചൂസ് ചെയ്യാൻ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കസിൻ KCBയിൽ എഞ്ചിനീയറാണ്. അപ്പോൾ പുള്ളിയുടെ വീട്ടിൽ ടാറ്റ സോളാറാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ പുള്ളിയുടെ ഒരു ഒപ്പീനിയൻ ടാറ്റ സോളാർ തന്നെ വെക്കാം എന്ന് പറഞ്ഞു. ആദ്യം ഒരു 5 കിലോവാട്ട് വേണോ 10 കിലോവാട്ട് വേണോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അവസാനം 5 കിലോവാട്ടിലേക്ക് തന്നെ വന്നു. കാരണം എനിക്കൊരു 11,800 റുപ്പീസൊക്കെ ഇടയ്ക്ക് ബില്ല് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്രയും വന്നപ്പോഴാണ് അതാണ് മെയിൻ റീസൺ സോളാർ വയ്ക്കാൻ തീരുമാനിച്ചത്. ടാറ്റ സോളാറിൻ്റെ സർവീസും ഇൻസ്റ്റലേഷനും എനിക്ക് ഒരുപാട് സാറ്റിസ്ഫൈഡ് ആണ്. കാരണം അവർ കാര്യമായിട്ട് തന്നെ ഒരു ഉണ്ണിസാർ ഉണ്ടായിരുന്നു. സാറും ഇടയ്ക്കിടയ്ക്ക് വന്ന് ചെക്ക് ചെയ്യുകയും അതേമാതിരി അതിൽ ഒരു ഹാസിൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല. സ്മൂത്തായിട്ട് തന്നെ എൻ്റെ കാര്യങ്ങളെല്ലാം പോയി. അതേമാതിരി KCBയുടെ സൈഡിൽ നിന്നും നല്ല കോപ്പറേഷൻ ആയിരുന്നു. അവരും എനിക്ക് തോന്നുന്നു ടാറ്റ സോളറുമായിട്ട് നല്ലൊരു ഡീലിങ്സ് ആയിരുന്നു. എനിക്ക് മുകളിലെ ഷീറ്റ് ഉള്ള കാരണം അത് കട്ട് ചെയ്തിട്ടാണ് ഇത് ചെയ്യേണ്ടി വന്നത്. അതൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ അവർ ചെയ്തു. അതിലൊന്നൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. നമ്മൾ സോളിഡായിട്ട് തന്നെ അവർ ചെയ്തു. ഇപ്പം നമുക്ക് ഡിസംബർ ആയതുകൊണ്ട് അത്രയ്ക്ക് സണ്ണിത്തിരി കുറവാണ്. എന്നാലും നല്ല വെയിലുള്ള ദിവസങ്ങൾ എൻ്റെ 5 കിലോവാട്ടാണ്. എനിക്കൊരു 30 യൂണിറ്റ്സ് വരെ ഒരു ദിവസം പ്രൊഡക്ഷൻ ഉണ്ടായിട്ടുണ്ട് 2-3 ദിവസം. അല്ലെങ്കിൽ ഒരു ആവറേജ് ഒരു 24 to 26 കിലോവാട്ട്സ് യൂണിറ്റ്സ് എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഇതിൽ സാറ്റിസ്ഫൈഡ് ആണ്.